മലയാളിയെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന, കൈരളിയെ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. നമുക്ക് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ. കേരളത്തിൽ നടക്കുന്നേ അല്ല അപ്സര, എന്റെ അടുത്ത് ആദ്യം വിഷ്ണു പറഞ്ഞേ നമുക്കൊരു കിഡിലൻ എൻട്രി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ഞാൻ നോക്കിയപ്പോ കൈ പിടിച്ച് വരുന്നു. ഇയാളെടുത്ത് മേത്തോട്ട് എടുത്തൊരു ഒറ്റ ചാട്ടം. ആ ചാട്ടം ചാടി ഒരു 2 കറക്കം കറങ്ങിയപ്പോഴും അല്ല മുണ്ട് കയ്യിലിരിക്കുന്നു. വിഷ്ണുവിനടുത്ത് പറഞ്ഞില്ലേ, ഞാൻ തന്ന എക്സ്പെൻസീവ് ബെൽറ്റ് കെട്ടിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. എന്തോ ഭാഗത്തിനൊന്ന് ചെട്ടിയിട്ട് പ്രേക്ഷകർക്ക് അവന്റെ തലയാണ് ചുറ്റിയത്. തറയെ നിർത്തിയില്ലല്ലോ പയനെ. പുടവ ചുറ്റപ്പുറത്തെ മുണ്ടഴിച്ചവൻ. വളരെ രസകരമായിരുന്നു. ബീനേച്ചിയും യമുനേച്ചിയും ഒരുമിച്ചാണ് ഇങ്ങനെ വന്നത്. അതെ, ഞങ്ങളുടെ ഒരേ നോക്ക് ഒരേ സാരിയാണ്. അങ്ങനെ കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഞങ്ങളുടെ അമ്മയുടെ ഗിഫ്റ്റ് ആണിത്. അമ്മയുടെയോ? അമ്മ അസോസിയേഷനിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകളെ തന്ന അതാണ്. കുറെ പേർക്ക് ഈ കളറ്, കുറെ പേർക്ക് ആ കളറ്. എനിക്ക് പിങ്ക് ഇഷ്ടമായോണ്ടായിരിക്കും എനിക്ക് ആ പിങ്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറെ കളേഴ്സ് ഉണ്ട്. അതൊരു ഗോൾഡൻ യെല്ലോ അല്ലേ? മനസ്സിലായി. പക്ഷെ ഈ കയ്യിൽ ഇത് ബ്ലൗസിൽ ഈ സാധനം ഉണ്ട്. പക്ഷെ ഇങ്ങനെ പടർന്ന് ഞാൻ അങ്ങനെ കേറാറില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണോ ഇട്ടേ? എനിക്ക് അപ്പോൺ ഗോഡ് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്റെ റൂമിൽ നിന്ന് ഇത് എടുപ്പിക്കുകയായിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞു വേണ്ട ബീന, സമയമില്ല, പറ്റില്ല. ഞാൻ പറഞ്ഞു 2 മിനിറ്റ് അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എടുപ്പിച്ചിട്ട്. അല്ല നാദരുടെ സാരി അമ്മ സംഘടന സ്വന്തം അമ്മയുടെ, നിന്റെ സ്വന്തം അമ്മ ഉമ്മ കൊടുത്തത്. പക്ഷെ നല്ല സാരി കേട്ടോ. അവരാ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് ആത്മാ സംഘടന. ഞങ്ങള് ഇത് അമ്മയാണെങ്കിൽ അസോസിയേഷൻ ഇവിടെ അതുവരെ നടന്നേ.
കൊള്ളാം, നവീൻ ചേട്ടാ. പൊളി. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇനി ഇരിക്കാം. കഥകളി, മിനുക്ക്, മോഹിനിയാട്ടം, കേരളത്തിന്റെ തനത് കലകളെല്ലാം കൂടി അതിനകത്ത് മാക്സിമം ഒന്ന് സൂം ചെയ്യൂ. അയ്യോ ഒന്ന് zoom വേണ്ട വേണ്ട, zoom ചെയ്യല്ലേ, zoom ചെയ്യല്ലേ. സൂം ചെയ്തോ. അപ്പൊ അതാണ് സംഭവം കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ ദീപന്റെ എന്റെ അമ്മമ്മ, അമ്മയും അല്ല അമ്മായിയമ്മ, അമ്മയും ആത്മയും ഒന്നും അല്ല. അയൽപക്കക്കാരൻ, കാരി. പൈസ കൊടുത്ത് ബാലരാമരത്തിന് കൈത്തറി അത് അഭിമാനിക്കുക. അഭിമാനി. ചെല്ല് ചെല്ല് കാണിക്കുന്നത്. അഭിമാനിയാണ് അവൻ. ഇത് അനീഷേട്ടാ അമ്മയിലും ഇല്ല ആത്മയിലും ഇല്ലല്ലേ? രണ്ടിലുണ്ട്. ആത്മയിലുണ്ട്. ആത്മയിലുണ്ട്. ഇത് പലരും വിചാരിക്കും ഇത് ബ്ലാക്ക് ലുങ്കിയാണെന്ന്. പക്ഷെ ഇത് ലുങ്കിയല്ല, ഒറിജിനൽ നമ്മുടെ മുണ്ട് തന്നെയാണ്. മുണ്ട് ആ കരയും അത് തന്നെയാണ്. ഇതല്ലേ ലാലേട്ടൻ തുടരും മൂവില് ലാസ്റ്റ് ആ ക്ലൈം മറ്റേ ആ പാട്ടില് ഈ മുണ്ട. പക്ഷെ ഞാൻ ഇതാ അല്ലെ ഇതല്ല. അതിന്റെ ലോക്കില് ഹൈഫൈ. ഞാൻ അല്ല, ദീപൻ original ചേട്ടനും ആച്ചി. match ആയിട്ടുണ്ട്. original. ഒന്ന് ഇപ്പുറത്തേക്കോ. Excuse me. ആ. നമ്മള് അതിനൊരു പാട്ടിട്ട് നമുക്ക് നാട്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ നാട്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ ഹേ നാട്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ അടിപൊളി ശിങ്കമാണട അയ്യാ സാബി അടിപൊളി ശിങ്കമാണട അയ്യാ സാബി പ്രവളിയാട്ടിയോടും പാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ പാണ്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ അടിപൊളി അടിപൊളി. അല്ല, ശരിക്കും പറഞ്ഞാലേ ഞാൻ ഈ ഡ്രസ്സൊക്കെ കോമ്പിനേഷൻ ഇട്ട് ഞാൻ റൊമാൻറ്റിക് സോങ്ങാ പ്രതീക്ഷിച്ചത്. പക്ഷെ പാട്ട് കേട്ടപ്പോ എനിക്ക് പക്ഷെ എന്നാൽ നമ്മൾ സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓണം പോലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. ഓക്കെ തുടങ്ങ്. അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യം ഒരു വാമപ്പോട് കൂടി തന്നെ തുടങ്ങാം. തീർച്ചയായും അല്ല അവിടെയൊക്കെ നിക്കിട്ട് എന്താ ഞങ്ങളുടെ അനീഷൂട്ടിന് വിളിക്കാത്ത? അല്ല, അനീഷ് അവൻ എന്തൊക്കെ അനീഷ് പഠിച്ചോണ്ട് വന്നതാ ഞാൻ എന്നോട് ഡാൻസ് പറയാൻ വേണ്ടിയിട്ട്. ചേച്ചി ഞാൻ ഡാൻസ് കഴിച്ചപ്പോൾ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ എന്റെ കൈ കയറി പിടിച്ചു. അപ്പൊ വീണ്ടും അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വേറെ പറയാനുണ്ട്? ഇല്ല നമുക്ക് തുടങ്ങാം. പിന്നെ ഞാനും കട്ടയ്ക്ക് കൂടെ വന്നു. പക്ഷെ രസമുണ്ട്. പക്ഷെ എന്നാലും അനീഷായിട്ട് ഇവിടെ നിൽക്കുമ്പോഴേ എനിക്കൊരു രസമുണ്ട്. ഞങ്ങൾക്ക്. അല്ലല്ല, ഇനി നീ ഇവിടെ ഇരി. Ready? 1, 2, 3, start! Celebrity Kitchen Magic Season 3 യുടെ ഇനി വാമപ്പാണ്. വാമപ്പിന്റെ ഗെയിം തുടങ്ങേണ്ട സമയമായി. ഗെയിം വേണ്ടത് അത് നമുക്ക് വേണം. അപ്പൊ എന്തായാലും നമുക്കൊരു സ്റ്റാർട്ടിംഗ് വാമപ്പായാലോ? ഉറപ്പായും വേണം. അടുത്ത ഗെയിം ഇതാണ്. പറ. നമുക്ക് പ്രോപ്പർട്ടി വന്ന ലക്ഷം തുടങ്ങാം. അതെ, പ്രോപ്പർട്ടി പ്ലീസ്. Yes, property please. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutavedi KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. നമ്മള് ആ നമ്മുടെ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ അല്ലെ എല്ലാ വീടുകളിലും പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ കോഴികൾ ഇങ്ങനെ ഓടി കളിക്കുമായിരുന്നല്ലേ? പക്ഷെ ഇവിടെ ഉണ്ട് കോഴികള്. ധോരിക്കനുണ്ട്, വിഷ്ണുണ്ട്, നവീനുണ്ട്. എനിക്ക് കോഴിമുട്ടയെ കാണുമ്പോ ആദ്യം ഓർമ്മ പറഞ്ഞ വിഷ്ണു നവീൻ തന്നെയാണ്. കാരണം ഞാൻ ഏത് പെണ്ണുങ്ങളുടെ കൂടെ ഫോട്ടോ ഇട്ടാലും ചോദിക്കുന്നത് ആരാ നമ്പർ കിട്ടും. ഞാൻ ഏത് ആണുങ്ങളോട് ഇരുന്നാലും അതും ചോദിക്കാറുണ്ട്. അതേതെങ്കിലും കിളവന്മാരായിരിക്കില്ല. അപ്പൊ സാധാരണ നമ്മള് മുട്ട കൊണ്ട് കൂടോത്രം ചെയ്യാൻ വേണ്ടി മുട്ട ഉപയോഗിക്കാറുണ്ട്. മുട്ട നവീന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോട്ടീൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മുട്ട പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതെ, ഒരു സംശയം. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കറക്റ്റ്. അത് കൃത്യമായിട്ട് പറയുന്ന ആൾക്ക് ഒരു അപ്പൊ വരാം. സമ്മാനമുണ്ട്. പറഞ്ഞോ. കോഴി എന്തുകൊണ്ടാ? കാരണം മുട്ടയാണ് ആദ്യം ഉണ്ടായത്. അത് വിരിഞ്ഞാണ് കോഴി ഉണ്ടായത്. ആരെയും മുട്ട ഇട്ടത്? മുട്ടയിട്ട് ആരാന്ന് എനിക്കറിയില്ല. മുട്ട ഇട്ടാൽ അത് പറ. മീനേജി എനിക്ക് അത് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല അതിന് ഉത്തരം. ഞാൻ അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നു. ദീപൻ, ഐ തിങ്ക് മുട്ട. you think മുട്ട? ഐ തിങ്ക് മുട്ട. So simple, yeah. Then I also think കോഴി. അടുത്ത
അപ്സു എനിക്ക് തോന്നുന്നു കോഴിയാ, കാരണം കോഴീന്റെ അട വെച്ചാലേ മുട്ട ഉണ്ടാവുള്ളൂ. ഇല്ല കോഴീനെ അട വെക്കണ്ട, അട വെക്കണ്ട, ചൂട് മതി, ഇത്ര ചൂട് മതി. മുട്ടയില് കോഴി അട ഇരിക്കണേ. കോഴീനെ അട വെച്ചാലേ മുട്ട ഉണ്ടാവുള്ളൂ. ബിരിയാണാണോ? ആ, ബിരിയാണോ? ബിരിയാണി. വെറുതെ മുട്ട ഇടാനായിട്ട് അട ഇരിക്കുന്നല്ലോ. അത് അറിയാണ്ടൊരു കോഴി വന്നു പോയി, അതിനുശേഷം അതൊരു മുട്ട ഇട്ടു. കോഴി വന്നോ? അശ്ശോ, ദിവ്യ ഗർഭം വരുന്നത്. അതെ, യമുന ചേച്ചി എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് എനിക്ക് എന്റെ ക്ലാരിറ്റി ഇതുവരെ കിട്ടി. ദിവ്യ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ചോദ്യം. ഇത് കറക്റ്റ് ആയിട്ട് ക്രിസ്തു പറയും, ക്രിസ്തു പറയും. അതിന് ശാസ്ത്രം അതാരെ അല്ല, എന്തുകൊണ്ട് എങ്ങനെ അല്ല, ആദ്യം ദിനോസറൊക്കെ മുട്ടയിട്ടിരുന്നത്. മുട്ടയായിരുന്നു. അതെ ആദ്യം ഏതാ വന്നതെന്ന് ചോദിച്ചുള്ളൂ, കോഴിയുടെ മുട്ടയാണോ എന്ന് ചോദിച്ചില്ല. അല്ല ചോദിച്ചു. അല്ല ചോദിച്ചു. ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇനി താമരയുടെ മുട്ടാണ് ചോദിച്ചത്. ഇത് കോഴിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആദ്യം മുട്ട ഉണ്ടായത് കാരണം ആദ്യം നമ്മളിപ്പോ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ അമീബയിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ജീവികൾ വന്ന പോലെ എഗ് എന്ന് ബാക്കി കോഴി. രസകരമായ ഒരു ഉത്തരവുണ്ട്. ഈ ഇങ്ങനെ സർവേശ്വരൻ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ പെട്ടിയിലാക്കി കൊണ്ടുവന്നത് നോവയുടെ പേടകത്തിൽ കൊണ്ടുവന്നുണ്ടല്ലോ. അപ്പൊ ചിലതിനൊക്കെ മേളിൽ നിന്ന് കിട്ടി എഴുതുകയാണ് ഇത്. അപ്പൊ കോഴിയാണ് ആദ്യം ഉണ്ടായത്. കാരണം മുട്ട താഴെ വീണ പൊട്ടിപ്പോകും. കോഴിയാവുമ്പോ പറന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ചിരിക്കാം നമുക്ക്. അതുകൊണ്ട് കോഴിയാണ് ആദ്യം ഉണ്ടായതാണ്. കറക്റ്റ് അല്ലേ? ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. ആ, yes, yes. അതാണ് ഞങ്ങളുടെ ആ ഒരു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ മുട്ട, നമുക്ക് എല്ലാവർക്കും മുട്ട വലിയ ഇഷ്ടമാണ്. ഈ മുട്ട നമ്മള് ഇത് നമ്മുടെ ബോയിൽഡ് എഗ് ആണ്. അപ്പൊ ഇത് പുഴുങ്ങിയ മുട്ട. അത് നമുക്ക് പൊളിച്ചെടുക്കണം. വെറുതെ അല്ല, വെറുതെ പൊളിക്കണ്ട, ഇത് വെച്ച് പൊളിച്ചാലോ? അത് വെച്ചില്ല, അത് കണ്ണിൽ വെച്ചിട്ട് കൈ കൊണ്ട് പൊളിക്കണം. ആദ്യം ആരാ വരുന്നേ? അല്ല, ആദ്യം അപ്സര വരട്ടെ. ഞാൻ വരാം. എനിക്കിഷ്ടം. സ്വാഗതം ചെയ്യും. പൊളിക്കാനും ഇഷ്ടമാ, മുട്ട കഴിക്കാനും ഇഷ്ടമാ. ഓ മൈ ഗാഡ്. ഓക്കെ, താങ്ക് യു നാദർ, ഇതുവരെ സഹകരിച്ചതിന്. വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നാദറ അത് ഓവർകം ചെയ്തു. താങ്ക് യു സോ മച്ച്. നാദറയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അപ്പൊ റെഡി, നമ്മള് ആദ്യം ആരാ വരുന്നത്? എനിക്ക് നവീൻ ചേട്ടനെ വിളിക്കാൻ തോന്നുന്നു. മുട്ട എന്ന് പറഞ്ഞോളൂ, പിന്നെ എപ്പോഴും പ്രോട്ടീൻ 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 എന്ന് പറയുന്നത് കൊണ്ട് പറഞ്ഞാലേ വരുള്ളൂ. പ്ലീസ് നവീൻ വരൂ, പ്ലീസ്. ചെല്ല് ചെല്ല്. നവീൻ ദാ ഈ കണ്ണാടി വെച്ചോളൂ. ആ കണ്ണാടി വേറെ, ഈ കണ്ണാടി കറക്റ്റ് നന്നായി പ്ലേസ് ചെയ്യണേ. ഇതൊന്നും കാണാനല്ലോ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റതാണ്, ഇപ്രാവശ്യം ഇപ്പോഴും ജയിപ്പിക്കണം കേട്ടോ. ഇതിലൊക്കെ എന്ത് തോൽവി ജയം. ഇതെത്രയാ? എടാ, ഇത് എത്ര മുട്ടയുണ്ട്? ഇപ്പൊ കയ്യിൽ പിടിച്ചേക്കണത്. എടാ, കാണാല്ലേടാ. കാണില്ല. ഇപ്പൊ കയ്യിൽ എത്ര മുട്ടയുണ്ട്? ഇപ്പൊ ഒരെണ്ണം. ആ, അതെ. അത് നമ്പർ ഇട്ടത് അത് എടുത്തു കൊടുക്കണോ? രണ്ടെണ്ണം. അല്ല, നീ ഒന്ന് മുട്ട എടുത്തേ. അയ്യോടി, നിന്റെ പൊസിഷൻ മാറ്റി. ആ, ഇതല്ലേ. അത് വേറെയാ. ആ മുട്ട അത് പൊട്ടിക്കാൻ പറ്റില്ല. അത് ഗെയിമിനുള്ളതല്ല നവീൻ ചേട്ടാ, അത് ഗെയിമിനുള്ളതല്ല. നവീന്റെ പ്രശ്നം ഇതാണ്. പ്രോട്ടീൻ കിട്ടില്ലെങ്കിൽ റെഡി. ലൈറ്റ് ഇപ്പുറത്ത്. സമയം നോക്കിയോളൂ. 1 2 3 സ്റ്റാർട്ട്. ഓ യെസ്, നവീൻ. അതിന്റെ ഉള്ളിൽ വീഴരുത്. പുറത്ത് വെച്ചോ. ആളം പിടിക്കും നവീൻ ചേട്ടാ. അത് തന്നെ. കുഴപ്പമില്ല, ചേട്ടന് ഇഷ്ടം പോലെ എടാ, മൊത്തം ഒന്ന് ചളുക്കടാ അതിനെ. ചളുക്കതിനെ. അതിന്റെ ഷേപ്പ് നോക്കൂട്ടോ. അങ്ങനെ എല്ലാം ചളുക്ക്. അയ്യടാ, ഇത് അന്റാർട്ടിക്കന്ന്. എടാ, എടാ, ഇങ്ങനെയൊക്കെയാണ് മുട്ട. കടകടകടകടാന്ന് അപ്പുറത്തും ഇപ്പുറത്തും. കാരണം ആദ്യത്തെ തന്നെ ഫെയിൽ ആയി പോയിട്ടുണ്ട്. അങ്ങനെയല്ല, പൊട്ടിക്ക്. ചപ്പാത്തി വരുത്താനല്ലോ മുട്ട കളിക്കാനാ. അവൻ ഡെയിലി 10 മുട്ട കഴിക്കുന്നവനാ. അവന് പക്ഷെ അറിയാനൊന്നും പാടില്ല. അപ്പൊ അത് വൈഫ് കൊണ്ടൊന്നും കൊടുക്കണം. അതെ അല്ലെങ്കിൽ അവന് പരിധി അടക്കം. അതെ, ഇങ്ങനെ മതിയായിരുന്നു. സുഖമായിട്ട് പൊട്ടിക്കായിരുന്നു. ബീന ചേച്ചി വരാം. അയ്യോ, ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അയ്യോടി, ഇത് ഉപ്പിലിടല്ല. ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇന്ത്യയില് ഒരാളില്ല. സൗത്ത് ആഫ്രിക്ക ഒരാളുടെ വണ്ടി ഇടിച്ച് മരിച്ചു. മറ്റേ അവിടെ ഉരുട്ടുക, ഉറക്കുക പോലെ താരാട്ടൊക്കെ പാടി ഒരു പാട്ട് പാടി കൊടുത്തത്. ഈ മുട്ട പഴയതാണ്. സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ്. ഒരെണ്ണം പോലും ഇല്ല. ഈ പറയണ ആളിതൊന്നും. എന്റെ മുട്ട ഇങ്ങനെ അല്ല. ഒരെണ്ണം പോലും ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല. ഇതിലൊക്കെ തോടൊക്കെ ഇരിപ്പുണ്ട്. പ്രേക്ഷകരെ, ഇത് കാണുന്നത് പോലെ നിസ്സാരമല്ല. ഒന്നാമത്
ഈ മുട്ട ഒന്നാമതെ കണ്ണ് കാണില്ല ഉപ്പിട്ടല്ല ഇത് പുഴുങ്ങിയത്. രണ്ടാമത്തെ കാര്യം മുട്ട കുറച്ച് പഴയതാണ്. ശരി നമ്മൾ എന്തെങ്കിലും അടിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും നല്ലൊരു സംഭവം കണ്ടുപിടിച്ചു കൊണ്ടുവരും. നവീൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് കൊളാക്കും. അങ്ങനെ അല്ലടാ. ഓക്കെ, ദീപൻ വരൂ. ദീപൻ റെഡി? നല്ല ക്ലാപ്സ് ചെയ്യുക പ്ലീസ്. ദീപനാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. കണ്ണ് നന്നായി. കണ്ണിന് ശ്വാസം മുട്ടുന്നു. ഓയോടി. റെഡി? ശരി, അപ്പൊ സ്റ്റാർട്ട് 1 2 3 സ്റ്റാർട്ട്. സമയം കഴിഞ്ഞു. അല്ലടാ, പക്ഷെ അതിന്റെ അകത്ത് ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഇത്രയായി നവീനേക്കാളും ഭേദം. ഒരു മിനിറ്റ്. അതെ, നവീനേക്കാളും ഭേദം. പൊട്ടിയില്ല ഒരെണ്ണം. ഇല്ല, ഈ ഒരു തോടേ ഉള്ളൂ. ക്ലീൻ മുട്ട ഇരിക്കണം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ക്ലീൻ മുട്ടയാണോ? ഒരു മിനിറ്റ്. എന്തായാലും നവീൻ ചേട്ടനേക്കാൾ ഭംഗിയായിട്ട് പൊളിച്ചതുകൊണ്ട് ആ മുട്ട നമുക്ക് ദീപൻ ചേട്ടന് കഴിക്കാൻ കൊടുക്കാം. കഴിച്ചോ? അല്ല, അവസരം കഴിക്കാൻ പറഞ്ഞു. ഭാഗ്യം, നവീന്റെ പ്രോട്ടീൻ എനിക്ക് കിട്ടി. വിഷ്ണു അടുത്ത വിഷ്ണു ആണ് വരുന്നത്. വിഷ്ണു നന്നായിട്ട് മുട്ട പൊളിക്കും. അതെ അതെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്റ്റാർട്ട്. വിഷ്ണു ഓ, സിമ്പിൾ. ആ കോൺഫിഡൻസ് നോക്ക്. പൊളിക്കടാ. എടാ മുട്ട പൊട്ടിപ്പോയടാ. പറ്റും. ഇല്ല, കാരണം അടുത്ത് എടുക്കാനുള്ള സമയമുണ്ട്. എത്രത്തോളം വിഷ്ണു കറക്റ്റ് ആണ്. മുട്ട ക്രാക്ക് വീണിട്ടില്ല. കറക്റ്റാണ്. ഈ നവീശനെ പറഞ്ഞ കേൾക്കരുത്. ഇല്ല പെർഫെക്റ്റ് ആയിട്ട് വെച്ചോ. ആടിപ്പോളി. വെരി ഗുഡ്. ഇനി മുതൽ മുട്ട വിഷ്ണു എന്നറിയപ്പെടും. ബക്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. അത് ക്ലിയർ ആയിട്ട് വന്നു. മാനുഫാക്ചറിംഗ് വേറെ ഡിഫക്റ്റാ. ഒന്നും പോയിട്ടില്ല. അത് പെർഫെക്റ്റ്. അതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. സമയം കഴിഞ്ഞു. ഒരെണ്ണം പോലും ഒരെണ്ണം കറക്റ്റ് ചെയ്തു. പെർഫെക്റ്റ് അല്ല. നിലവിൽ പെർഫെക്റ്റ് അല്ല. ഫസ്റ്റ്. അങ്ങനെ പറയാൻ പറ്റും. ആ പറ്റും. എന്നാലും തമ്മിൽ ഭേദം. ആ അതെ, തമ്മിൽ ഭേദം. സൈഡിൽ ചെറുതായിട്ട് അല്ല, ക്രാക്ക് കാണിച്ചു കൊടുക്കും. അത് പക്ഷെ അതിന്റെ വൈകല്യമാണ്. ദാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമില്ല. അത്രയ്ക്കും തമ്മിൽ ഭേദം തുമ്മൻ. ഇതിനെ തോൽപ്പിക്കാൻ ആരുണ്ടാ? ദേ വരുന്നു, ക്രിസ്ത്യാനോ. ക്രിസ് ആണ് അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. നമ്മുടെ വാമപ്പിന്റെ ഭാഗമായിട്ടുള്ള കോമ്പറ്റ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളെ വീട്ടിൽ പുഴുകി കഴിക്കാനുള്ള മുട്ട പൊളിക്കുന്ന ഒരു മത്സരമാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. Ten, 9, 8, 7, 6, 5, 4, 3, 2, 1. Time out. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amruthaveni KSFE, Bima Jewelers, Pankaja Kasturi Ortho Herb and Kerala Bank. സംസാരിച്ചു വാമപ്പായി കഴിഞ്ഞു. പ്രോട്ടീൻ കിട്ടി. അതെ. സന്തോഷായില്ലേ? അതെ. ഇനി എന്താ? ഇനിയാണ് പാചകം. കുക്ക് ചെയ്യണ്ടേ? പാചകമൊക്കെ മതി. ഇനി പാചകം മതി. ഇനി പാചകത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്താലോ? എന്താ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മുടെ വേഷവും അതെ. ഈ രീതിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മാതൃ മറ്റുള്ള ഭാഷകൾ കേവലം മലയാള ഭാഷ മാതക ഭംഗി. മലയാളത്തെയും മലയാളിയെയും കേരളമൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതെ. അപ്പൊ കേരള തനിമയുള്ള
മലയാള തനിമയുള്ള നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല നാടൻ ആ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം. തയ്യാറാക്കിയാലോ? ട്രഡീഷണൽ. ട്രഡീഷണൽ. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട വിശേഷപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇന്ന് പോകേണ്ടത് ക്രിസ്, ദിവ്യയും ബീനേച്ചി, നവീനുമാണ്. അപ്പൊ നമ്മളിന്ന് നമ്മുടെ വളരെ കേരളത്തിന്റെ തനതായ രുചികള് ട്രഡീഷണൽ കോസ്റ്റ്യൂം ആയതുകൊണ്ട് ട്രഡീഷണൽ ഫുഡാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് മലയാളികളുടെ ഒരു വികാരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? കപ്പ. കപ്പ, കാച്ചില്, ചേമ്പ് എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മുടെ മലയാളികളുടെ ഒരു വികാരം, പൊതുവികാരം. പണ്ട് മുതലേ നമ്മൾ ജനിച്ച അന്ന് തുടങ്ങി കാണാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കപ്പ തന്നെ വെറുതെ ഒരു കപ്പ പുഴുങ്ങി, കപ്പയും കാച്ചിലും ചേമ്പ് കൂടി പുഴുങ്ങിയിട്ട് നല്ല 2 ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പതാ നല്ല ഭംഗിയായിട്ട് കപ്പയും കാച്ചിലും ചേമ്പും കൂടെ അരിഞ്ഞ് ഉപ്പിട്ട് ഇതാ വച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഐസിനായിട്ട് ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മളിത് വെച്ചു. നമുക്കൊരു 3ൻ്റെയും വേവിൻ്റെ നമുക്കൊരു പ്രശ്നമുണ്ട്. നല്ല ഒരുമിച്ച് വെച്ചേക്കണം. എന്നാലും നമുക്ക് നോക്കാം 3 വേവിൽ നോക്കാം. പിന്നെ നമ്മൾ നല്ല 2 ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ല വെളിച്ചെണ്ണ, കുറച്ച് മുളക് പൊടി. ഈ തൈര് ഞാൻ ഓപ്ഷണലാണ് വെച്ചേക്കണം, ചിലപ്പോൾ എടുക്കുള്ളൂ. നല്ല വാളംപുളി, കാന്താരി മുളക്, ഉപ്പ്, നല്ല ചെറിയുള്ളി, പച്ചമുളക്, വിനാഗിരി. ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കാന്താരി മുളക് കുറച്ച് ഇട്ടേക്കാം, കാരണം ഇത് വേണമല്ലോ, ചമ്മന്തി കുറച്ച് വേണമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളി, 2 ചമ്മന്തിക്ക് വേണമല്ലോ, ഇതിന് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് കുറച്ച് ഇപ്പം നോക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ. അത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ട് അടിച്ചെടുക്കാം. ഓക്കെ. പണ്ട് മുതൽ ഈ പറയുന്ന പോലെ നമ്മൾ കർഷകരാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് ഒരു സെക്കൻഡ് ഇതൊന്ന് അടിച്ചോട്ടെ. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ കഴിക്കുന്ന ഭക്ഷണമാണിത്, കപ്പ, കാച്ചിലൊക്കെ. ഓക്കെ. അപ്പം ഇത് നമ്മുടെ സെർവിങ് ഡിഷാണ്. ഒരു ചമ്മന്തിയുടെ നല്ല എരിയാണ്. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ മനസ്സിലാവും. ഓ, കണ്ണൊക്കെ എരിഞ്ഞോണ്ട്, കാരണം കാന്താരിയാണ്. അതും കപ്പയും കാച്ചിലും കൂടി ഒരു പിടിച്ചാൽ. അതെ, പിടിച്ചോട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നല്ലോണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എരിയും. ഇതിലേക്ക് നമ്മൾ വിനാഗിരി കുറച്ച് ഇതാണ് അൺഹെൽത്തി എന്ന് പറയുമെങ്കിലും, പക്ഷെ ഇതിൽ നമുക്കൊരു വിനാഗിരി ഇല്ലെങ്കിലില്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. നമ്മൾ വിനാഗിരി ഈ വിനാഗിരി ഒഴിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പുളിയുടെ വേറൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ട്. ഓക്കെ. ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിത് വിനാഗിരി. ഓക്കെ. അപ്പോൾ അത് മാറ്റി വെച്ചോളൂ. നമ്മുടെ അടുത്തൊരു ചമ്മന്തി കൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് കാന്താരി ചമ്മന്തി റെഡി. ഇനി ഇത് അടുത്ത ചമ്മന്തി റെഡിയാക്കാൻ പോകുന്നു. അതിൽ ആദ്യം വാളംപുളിയിൽ കുറച്ച് മുളക് പൊടി, ചെറിയ ഉള്ളി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അപ്പൊ 3 വിസിൽ കഴിഞ്ഞു. ഇനി ഒരു വിസിലും കൂടി വെയിറ്റ് ചെയ്യാം. ഒരു വിസിലും കൂടി നോക്കിയേക്കാം, കാരണം വേവ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ചേനയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിസിലും കൂടി വെച്ചാൽ അപ്പ ഓഫ് ചെയ്തോട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ കപ്പ, കാച്ചിൽ, ചേമ്പിന്റെ 4 വിസിൽ കഴിഞ്ഞു. ഏകദേശം വെന്തല്ലേ. നമുക്ക് ആ ഊറ്റി വെക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഒടുക്കുപണിയാണ്ടതാ അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പറിന്റെ മുകളിലാണ് വെക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഒരു ചമ്മന്തി കൂടി സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഞാനതിൻ്റെ തൈര് എടുത്ത് വെച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചേ, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെന്ന് ഓർത്ത് അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചെറിയ ചമ്മന്തിയും കൂടെ ഇവിടെ ഉണ്ടാക്കിയേക്കാം. നമ്മളൊരു ഫുൾ തൈരും കേട്ടോ, കുറച്ച് തൈരും പച്ചമുളകും അതിൽ ഒരു കുറച്ച് ഉള്ളി, അത് മാത്രം മതി. വെളിച്ചെണ്ണ, ഉപ്പ് ഇടാം. എൻ്റെ
ഫേവറേറ്റ് ആണ് ആക്ച്വലി കേട്ടോ ഞാനത്. ഇപ്പൊ അവള് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബീന ഇഷ്ടപ്പെടും. ചേച്ചീസ് ഫേവറേറ്റ്. അതെന്നെ മൈ ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാൻ ഓർത്തു ഇത് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ, പക്ഷെ അവളത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ അപ്പൊ നമ്മുടെ 3 സംഭവം റെഡി. ഇനിയിപ്പോ ഞങ്ങളൊന്ന് സെർവ് ഇതിന് ടൈമുള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് സമയം ബാലൻസ് ഉണ്ട്. ഒരു കട്ടൻ ചായ കൂടി അങ്ങനെ ഉണ്ടാക്കിയല്ലോ പൊളിക്കും. പെട്ടെന്ന് പൊളിക്കും. ഒരു ലൈറ്റ് ഇട്ടേക്കാം. ഓക്കെ, നമ്മുടെ ചായ തിളച്ചു. ലൈറ്റ് ഇട്ടാൽ മതി. കാരണം എന്താ പറയുക, ചായപ്പൊടി ഇട്ടു. കട്ടൻ ചായക്ക് അധികം കടുപ്പായാൽ കഴിക്കാൻ പറ്റില്ല. ലൈറ്റ് മതി അല്ലേ? വളരെ ലൈറ്റ് ഇടാൻ പാടുള്ളൂ. നോക്കട്ടെ കേട്ടോ, കടുപ്പം നോക്കട്ടെ. AVT ആണ്, AVT. അപ്പൊ അങ്ങനെ കട്ടൻ ചായ റെഡി. ഞാൻ അധികം ഇതും വേണ്ട. ഓക്കെ, പിടിച്ചോ, പിടിച്ചേ. അപ്പോ നമ്മുടെ ട്രഡീഷണൽ ഫുഡായ അതെ. കപ്പ, മലയാളികളുടെ വികാരമായ കപ്പ, കാച്ചില്, ചേമ്പ്, 3 ചമ്മന്തി, പുളിച്ചമ്മന്തി, കാന്താരി ചമ്മന്തി, പിന്നെ തൈരും പച്ചമുളകും ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടെ. അങ്ങനെ 3 ചമ്മന്തി ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കട്ടൻ ചായ. ഓക്കെ, ചേച്ചി നവീനോട് ചേർന്ന് ഒരുക്കിയ നാടൻ വിഭവമായിട്ട് ഇവിടെ പ്രസന്റ് എന്താ ചെയ്ത് വെച്ചേക്കുന്നത്? കപ്പ, കാച്ചില്, ചേമ്പ്. പക്ഷേ ഇതിനകത്ത് കപ്പയും ചമ്മന്തിയും കൂടെ ഒരു കട്ടണേ ഉള്ളു. അല്ലെ, എല്ലാം കൂടി എടുത്തിട്ടായിരിക്കും. കാരണം അനീഷിനറിയോ, കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ആഹാരമാണ് കാച്ചില്, ചേന, ചേമ്പ്. ഏറ്റവും പ്രാചീനം. അതിൽ കപ്പ പിന്നെ വരുന്നത്. അപ്പോൾ ട്രഡീഷനകത്ത് പേര് മാറ്റി എഴുതിയിരുന്നെങ്കിൽ ഏറ്റവും പ്രീവിയസ് ട്രഡീഷനിലേക്ക് ഏറ്റവും പാസ്റ്റിലേക്ക് പോകുന്നത് നിങ്ങൾ തന്നെയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. 3 ചമ്മന്തി ഉണ്ടാക്കി. ഒരു പുളിച്ചമ്മന്തിയും പിന്നെ ഒന്ന് കാന്താരി ചമ്മന്തിയും, ഇത് നമ്മുടെ പിന്നെ ഒന്ന് തൈരും പച്ചമുളകും ഉള്ളിയും കൂടെയുള്ള ഒരു ചമ്മന്തി. അങ്ങനെ 3 ചമ്മന്തി. ഏതിൽ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത്? കാന്താരി അല്ല ഇതിൽ ഫസ്റ്റ് എടുക്കും, പിന്നെ സെക്കൻഡ്. ഏതാണ് ആദ്യം എടുക്കേണ്ടത്? സ്റ്റോൾ എടുക്കാം. 3 മൂന്ന് ചമ്മന്തി എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഏതാ ടേസ്റ്റ് ആണ്? കാച്ചിലാണോ, ചേനയാണോ, ചേമ്പാണോ? അത് ഷെഫിന് ഇഷ്ടമുള്ള ഒരു സാധനം എടുക്കുക. അത് ചേമ്പാണ്. അതെ. കപ്പയും ഒരെണ്ണം എടുക്കൂ, ചേമ്പ് കൊടുക്കും. എനിക്ക് ചേമ്പിനോടാണ് താല്പര്യം. അതെയോ? ഇതല്ലേ? അത് പുളി. പുളിച്ചമ്മന്തി. നവീന് ചേനയാണ് ഇഷ്ടം. അത് കാന്താരി, കാച്ചിലാണ്. തൈര്. അതങ്ങനെ ഉടയ്ക്കണം. പുളിച്ചമ്മന്തി ഒന്നും പറയാനില്ല. ഇത് കാന്താരി. എടുത്തോ. എടുക്കാം. ഇല്ല, ഒരു ഐറ്റം കൂടി ഉണ്ട് ടെസ്റ്റ് ചെയ്യാൻ. ഒരു പീസ് എടുത്ത് കപ്പ എടുത്തു. അത് ദ്രോഹമാണ് കാണിച്ചത്. ഫോർക്ക് കൊണ്ടെടുത്ത് കൈ കൊണ്ട് എടുക്കണത്. ഇതാര് കണ്ടാലും ഈ ചമ്മന്തിയും ഇതും. നീ കഴിച്ചാലോ? ഞാൻ എടുക്കാം. പിന്നെ അത് കപ്പയാണ്. ഒരു വേവ് താഴെ നിൽക്കും, ഒരു വേവ്. പക്ഷെ ബാക്കി ഒന്നും. ചമ്മന്തി അപ്പഴത്തെ പുളിച്ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കേരളീയൻ ഡിഷസിനകത്ത്
ഭയങ്കരമായിട്ട് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അതും പ്രത്യേകിച്ചും ബീന ചേച്ചി ആ പുളി ചമ്മന്തി ആരുടെ ഐഡിയ ആയിരുന്നു? ഒരു രക്ഷയില്ല. ബാക്കി രണ്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടിൻ്റെ നോട്ട്സ് എന്നെ അതിശയിപ്പിച്ചില്ല. പക്ഷേ ആ പുളിച്ചമ്മന്തിയുടെ നോട്ട്സ് എന്നെ എൻ്റെ അമ്മച്ചിയുടെയാണ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. ഹലോ, ഇന്ന് നമ്മളെ ട്രഡീഷണൽ റൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിത് പണ്ടൊക്കെ സ്ഥിരം എല്ലാ വീട്ടുകളും ഉണ്ടാക്കി വരുന്നതാണ്. പക്ഷെ ഇപ്പം ചില മടി കാരണം ഞാനൊക്കെ കുറവാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിതാ ഏട്ടനാണ് ഇന്ന് ഉണ്ടാക്കാം. എപ്പോഴും ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നും ഏട്ടന് തന്നെ വിട്ടുകൊടുത്തു. ഏട്ടൻ ഇനി ബാക്കി കാര്യങ്ങൾ ഏട്ടൻ സംസാരിക്കും. ഓക്കെ, ട്രഡീഷണൽ കേരള റൗണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിന് തനതായിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾ മറക്കേണ്ടി വരും. കാരണം കപ്പ ബ്രസീലിൽ നിന്ന് വന്നതാണ്, അപ്പവും പുട്ടും ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്, നമുക്ക് ദോശയും ഇഡ്ഡലിയും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നോക്കുമ്പം കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്നത് നമുക്ക് സദ്യ പറയാൻ പറ്റും. സദ്യ കേരളത്തിൻ്റെയാണ്. കാരണം അത് വേറൊരു സ്ഥലത്ത് നമുക്കതുപോലൊരു ചിട്ട കാണാറില്ല. അത് കഴിക്കുന്നതിൻ്റെ രീതിയിലുള്ള ചിട്ട. പിന്നെ അവിയൽ ഭീമൻ ഉണ്ടാക്കിയത് കാരണം അതിലും വേറെ എവിടെയോ ഒരു ടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ ഓൾഡസ്റ്റ് ഡിഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ആഹാരം എന്ന് പറയുന്നത് ഒട്ടട എന്ന് പറയും. ഈ ഒട്ടട എന്ന് പറയുന്നത് നല്ല വാഴയിലയിൽ ഉണ്ടാക്കുന്നതാണ്. അത് 3 തരത്തിൽ 4 തരത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് അരിമാവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഗോതമ്പിലാണ് ഒട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ട്രഡീഷണൽ കേരള ഡിഷ് ഒട്ടടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വാഴയിലയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് ഒരു നുള്ളു ഉപ്പ് വേണം, ജീരകം വേണം, ഏലക്ക വേണം, ശർക്കരയും തേങ്ങയും വേണം, അതിനോടൊപ്പം ഗോതമ്പ് പൊടി വേണം, നല്ലൊരു മൺചട്ടി വേണം, വാഴയില വേണം. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടട റെഡി. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പണ്ട് ഞാനൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ദോശക്കല്ലുണ്ടല്ലോ, ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ട്, അതിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. നമ്മൾ അതിനെ ഇലയട എന്ന് പറയും, ഒട്ടട എന്ന് ഞാൻ അങ്ങനെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഇതാണല്ലേ അത് എന്നെനിക്ക് മനസ്സിലായത്. നമ്മളൊക്കെ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് തിരിച്ചും മറിച്ചിട്ടുമൊക്കെ ഇല വെച്ചിട്ട് ചെയ്യാറുണ്ടല്ലോ. ഇപ്പം അത് അധികം കാണാറില്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവിൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജീരകം 2 നുള്ള ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ ഏലക്ക ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏലക്കയും നമ്മളിതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവർ എന്തിനാണ് കല്ലിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകത്തില്ല, നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ജീരകത്തിൻ്റെയും അതിൻ്റെ കൂടെ പൊടിക്ക ഏലക്കയും അതൊന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട്. മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ 2 കപ്പ് ഗോതമ്പ് മാവാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. തിളച്ച വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കണം. നമ്മൾ ചൂടുവെള്ളമിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൊളാജൻ റിലീസാവും. കൊളാജൻ റിലീസാവുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് കിട്ടും. അതിനകത്ത് ഈ വലിഞ്ഞ് വരണത് ചൂടുവെള്ളം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് സോഫ്റ്റായിട്ട് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുഴക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ, ഒരു നുള്ള് ഏലക്ക, അതിൻ്റെ കൂടെ ശർക്കര നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഇല കീറാൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിൽ ഇലയിൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റായിരിക്കുന്ന ഗോതമ്പ് മാവ് പരത്തിയിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഒട്ടട ചൂടുക. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്തു തുടങ്ങാം. ഇത് നമ്മൾ എത്രത്തോളം തിന്നായിട്ട് നമ്മൾ പരത്തുന്നോ അത്രത്തോളം നമുക്ക് ആ തേങ്ങയുടെയും ശർക്കരയുടെയും ടേസ്റ്റും ആ മാവ് വെന്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും നമുക്കറിയാൻ പറ്റും. ഇത് മൺചട്ടിയിൽ ചൂടുന്നവരുണ്ട്, കല്ലിൽ ചൂടുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഓരോ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ കല്ലിൽ ചൂടുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ചു വയ്ക്കും. ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിനും വേണ്ടിയിട്ടും പിന്നെ ആ സ്റ്റീമിങ് കൂടെ നടക്കും. അപ്പോൾ നമ്മളിതിനെ മടക്കാൻ പോവാണ്. ഒട്ടട ഇറക്കി വെക്കുകയാണ്. മഴ
തേരിറങ്ങുകിലേ നോവലിഞ്ഞ മിഴി ഒരു സ്നേഹനിദ്ര എഴുതാ. ഒട്ടട പണ്ട് വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ തന്നെയാക്കാം. ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നു. അതായത് സൗത്തിലൊന്നും അധികം ഒട്ടടയൊന്നും ആരും കേട്ടിട്ടില്ല. ഞാൻ ഒട്ടടയെക്കുറിച്ച് കേൾക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. അതത് ഇങ്ങനെ അടിച്ചതാ. എന്തിന്? കണ്ണൂരിന്ന് കേട്ടതുണ്ട്. എന്റെ നെഞ്ച് കുത്തി പൊട്ടിച്ചതല്ല. ചങ്ക് ചങ്ക്. കൂടുതൽ അടിക്കാത്തോണ്ട് ഇതെല്ലാം മറങ്ങണ്ട. ഇവിടെയൊക്കെ പറ്റി പിടിച്ചാലോ. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരുങ്ങി എത്തിയതല്ലേ. അപ്പൊ അത് കൊളാക്കണ്ടല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു മണം വന്നത് കേട്ടോ. ആ ഇല കരിഞ്ഞു കിട്ടുമ്പോൾ ആ ശർക്കരയും തേങ്ങയും ആ ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ആ ഇലയുടെയും ആ ഒരു വാടിയ ആ ഒരു സ്മെല്ലുണ്ടല്ലോ. ഞാൻ എന്താ പറയുക, എത്ര ഇത് ആവേശം കാണിക്കുന്നു. എനിക്ക് കൂടി കഴിക്കാലോ. ഞാൻ വർഷങ്ങളായി ഞാനിതൊന്നും ഉണ്ടാക്കാത്തത്. ഒരു ചിന്നത ഉണ്ട്, ഒരു ചിന്നത സ്വരമായി ഈ അവിടെ ഒന്നും ഉടക്കിയതാ. സ്വപ്നം സഫലം അത്രേ ഉള്ളൂ. ഇല്ല, ബാക്കി വരട്ടെ. ബാക്കി പാല് ശ്വാസം മുട്ടും. പോരട്ടെ. മുരളികയൂതും ദൂരെ എന്തായി കാര്യങ്ങള്? അപ്പോൾ ഒട്ടട ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴകിയ സ്നാക്ക് അതാണ്. നമുക്ക് പറയാവുന്നതിൽ വെച്ച് നമുക്ക് കേരളത്തിനെന്ന് പറയാനുള്ളത് സദ്യയുണ്ട്. പിന്നെ പറയാവുന്നത് ഒട്ടട മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ദോശ തമിഴ്നാട് നിന്ന് വന്നു, ഇഡ്ഡലി തമിഴ്നാട് നിന്ന് വന്നു, ചട്നി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു, പുട്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നു, കപ്പ ബ്രസീലിൽ നിന്ന് വന്നു. അപ്പോൾ സമോസ മെഡിറ്ററേനിയൻ റീജിയൻ അറബികൾ കൊണ്ടുവന്നു. അപ്പം നമുക്കെന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? നമുക്ക് ഒട്ടടയുണ്ട്, രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട്. രാമശ്ശേരി ഇഡ്ഡലി എന്തായാലും ഇപ്പോൾ നമുക്ക് കലവും അതൊന്നുമില്ല. അപ്പം ഒട്ടട നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടട വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ എൻജോയ് ചെയ്ത് നന്നായിട്ടുണ്ട്. താങ്ക് യു. വളരെ എളുപ്പത്തിലും രുചികരവുമായ ഇതിനകത്ത് നമ്മള് പഴം ഇട്ടിട്ടുണ്ടോ? പഴം അരിഞ്ഞ് പഴമില്ല. ഒട്ടട ശരിക്കും ശർക്കര, തേങ്ങ, ഏലക്കായ, അത് നമുക്കൊരു ഫ്ലേവറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ ഒട്ടട എന്ന് പറഞ്ഞാൽ 3 തരത്തിലാക്കാം. അരിമാവിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നത് ഇലയട എന്ന് പറയും. നമ്മൾ ഗോതമ്പാവിൽ ഉണ്ടാക്കിയാൽ അത് ഒട്ടട എന്ന് പറയും. അപ്പോൾ അത് 2 വെറൈറ്റി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിലുണ്ടാക്കുന്ന വേറെ, തവയിലുണ്ടാക്കുന്ന വേറെ. അപ്പോൾ നോർത്ത് കേരളയിൽ കണ്ണൂർ പല വീടുകളിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടട ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വേരിയേഷൻ വരും. പിന്നെ ഇതിനകത്ത് ഈ നിറയ്ക്കുന്നത് പണ്ടത്തെ രീതിയിൽ തേങ്ങയും ശർക്കരയും മാത്രമാണ് നിറയ്ക്കുന്നത്. ഇത് തേങ്ങയും ശർക്കരയും അവലും, തേങ്ങയും ശർക്കരയും അത് ഓരോ വെറൈറ്റി. ഇങ്ങനെ കാലക്രമേണ ഇലയുടെയും നമ്മൾ ചേർന്ന ഒരുപാട് സംഭവങ്ങളോട് ചേർത്തിട്ട് ഈ നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുന്നതിന് ഒട്ടടയെന്നും നമ്മൾ വേവിച്ചെടുത്താൽ നീരാവിയിൽ വേവിച്ചെടുത്താൽ അത് ഇലയടയും. അകത്ത് വെച്ചിട്ടാണോ? അപ്പൊ ഇത് കൗണ്ടർ വെയിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പ്രസ് ആയിട്ട് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി. അപ്പൊ എന്താവും, ഇല ചുട്ട് കഴിയുമ്പം അത് വിട്ട് വരും. അതാണ് അതിന്റെ കണക്ക്. വെന്ത് കഴിഞ്ഞാൽ ഇല ചുട്ട് വരുമ്പോൾ അതിനാണ് മുകളിൽ ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ വെയിറ്റില് അത് പ്രസ് ആയിട്ട് അപ്പൊ ആ ഇല കരിയുന്നതിന്റെയും അതിന്റെ ആ ഫ്ലേവറും എല്ലാം അതിനകത്ത് വരും. ഒരു സൈഡായി പോയില്ലേ? അപ്പൊ നടക്കട്ടെ കാര്യങ്ങള്. ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും എന്താണ് നമ്മുടെ ശ്രേഷ്ഠമായ. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമ്മുടെ നാടിന്റെ കുറെ കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ആ ഇഷ്ടം. ഇനി ഇപ്പൊ നിങ്ങൾ പറയില്ലല്ലോ ഒട്ടട എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു ഒട്ടട എന്ന് പറഞ്ഞേ. ഒട്ടട എന്ന് പറഞ്ഞേ. ഒട്ടട. അത് തന്നെ. ഓക്കെടാ ബൈഡാ. ഒട്ടട ബൈഡാ.
കേരളത്തിൻ്റെ ട്രഡീഷണൽ ഏറ്റവും പഴകിയ സ്നാക്കായ ഗോതമ്പ് ഒട്ടട. അത് ടേസ്റ്റ് ചെയ്യാനുള്ള സമയത്തെല്ലാം റെഡി ചെയ്ത് അപ്പോൾ പ്ലേറ്റിംഗ് എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്കിത് കഴിച്ചാലല്ലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത്രയും നല്ലൊരു സ്മെല്ലും ആ ഇതിൻ്റെ എന്താ ഇല ആ വാടിയുടെ സ്മെല്ലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനൊരു സൂപ്പറായിരിക്കുമെന്ന് അപ്പോൾ ഇത് ബാക്കി നോക്കിയവർക്ക് എല്ലാം അറിയാം. ഇത് കഴിക്കുമ്പോൾ പാടുന്നത് എന്താ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിലെ ഒട്ടടയുണ്ടായിരുന്നു. മുഹാദ് വെമ്പായത്തിന് താങ്ക് യു. ആഹാ ദിവ്യയും ചേർന്ന് ചെയ്ത അതെ. ഓട്ടട. അപ്പൊ ഇത് ക്രിസിന്റെ ഐഡിയ ആണോ ദിവ്യയുടെ ഐഡിയ ആണോ? ഏട്ടൻ്റെ അപ്പൊ ദിവ്യ പറയൂ ഈ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണ്? ഞാൻ പറയാം. ഗോതമ്പ് പൊടി, തിളച്ച വെള്ളം, എന്ത് വേണം? തിളച്ച വെള്ളം, തിളച്ച വെള്ളം. ഉപ്പ്, കണ്ണൂരാണ് തെളിച്ച വെള്ളം. തിളച്ച വെള്ളം, പിന്നെ ഉപ്പ്, പിന്നെ ഏലക്കായ്, ജീരകം, ശർക്കര, തേങ്ങ. തേങ്ങ, പഞ്ചസാര ഇല്ല? ഇല്ല ശർക്കര ഇല്ല. ഓക്കെ, നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഒന്നുമില്ല. ചട്ടിയില്. ഇത് എത്രാമത്തെ പ്രാവശ്യം ദിവ്യ ഇത് ക്രിസ് പ്രിപ്പയർ ചെയ്യുന്ന? ഏട്ടനാ ഇത് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഇവിടുന്ന് കഴിച്ചു. ഡെഡിക്കേഷൻ ആണ് അല്ലേ? ഇതെന്താ സാധനം? ഈ അത് ചുമ്മാ മുളകാ. മുളകാണല്ലേ? അത് തൊടാതിരിക്കാൻ ആരും തൊടാതിരിക്കാൻ. അപകടം നമ്മളെ വാഴയില പ്രസന്റേഷൻ ഒക്കെ എങ്ങനെ ഉണ്ട്? നന്നായിട്ടുണ്ട് അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. കൊതി വരുന്നുണ്ട് സാധാരണ അങ്ങനെ ഭക്ഷണം കൊണ്ട് ഫ്രണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ ഒരു ഫാമിലിയുടെ അവരുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്, കുഞ്ഞുമുളക് കാണുന്നതിന് മുന്നേ. അപ്പോൾ അന്ന് കേട്ടറിഞ്ഞ് ഇതെല്ലാം റെസിപ്പിയൊക്കെ പഠിച്ചു വെച്ചത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രഡീഷണൽ ഫുഡ് സദ്യയും ഒട്ടടയും മാത്രമേ. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ അതിൻ്റെ പല ടൈപ്പിൽ, അതായത് അരിമാവിലുണ്ടാക്കുന്നുണ്ട്, ഗോതമ്പിലുണ്ടാക്കുന്നുണ്ട്. ഇത് ഗോതമ്പിലുണ്ടാക്കിയതാണ്. ഈ കേരളത്തിലെ ഏറ്റവും പഴയ ട്രഡീഷണൽ ഫുഡ് ഓട്ടടയും സദ്യയും എന്നുള്ള കാര്യത്തിൽ ഡിബേറ്റ് ഉണ്ട്. ഡിബേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്, അടി ഉണ്ടാവാൻ പാടില്ല. എൻഡ് ഓഫ് ദി ഡേ ഓട്ടട ഓട്ടട കഴിക്കാം. അതെ. ഡിഷിനോട് ഭയങ്കര ജസ്റ്റിഫൈഡ് ആണ്. ഇവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ടു ദ ഡിഷ്. മാത്രമല്ല ബേസിക്കലി അതിൻ്റെ ടെക്സ്ചർ, അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ വെള്ളം, തിളച്ച വെള്ളം കറക്റ്റ് ടൈമിന് ഒഴിച്ചത് കൊണ്ട് ആ ഗോതമ്പിൻ്റെ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് വൺ ഓഫ് ദി വണ്ടർഫുൾ ഓട്ടട. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ നല്ലൊരു ഓട്ടടാണ്. താങ്ക് യു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജ്വല്ലേഴ്സ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. അപ്പൊ ഇങ്ങനെ കൊതിയൂർന്ന വിഭവങ്ങളാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. പക്ഷെ നിങ്ങൾക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഇനിയിപ്പോ ഉണ്ട്, നാളെ വരണം. നാളെ വന്നാൽ മാത്രമേ നാദിറുടെയും യമുനേച്ചിയുടെ ഒക്കെ പ്രിപ്പറേഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നാളെ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശരി തന്നെ, ഇന്നിനിപ്പോ നമുക്ക് യാത്ര പറഞ്ഞു പോട്ടെ. അയ്യോ, പക്ഷേ ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ അല്ലേ? ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഭയങ്കര ആഘോഷം. നമ്മുടെ വരവേ ആഘോഷത്തോടായിരുന്നല്ലേ എല്ലാവരും വന്ന് ഒരുമിച്ച്. അത് ഈ വേഷം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു കുതിപ്പാണല്ലേ? അതാണ് മലയാളിയുടെ ഒരു ആവേശമാണ്. ഇനി അടുത്ത കുതിപ്പ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ. അതെ അതെ അതെ, നമ്മളെപ്പോഴും പണ്ട് എപ്പോഴും കവി പറഞ്ഞ പോലെ
ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകൾ എന്ന് പറഞ്ഞ പോലെ ഈ തിളപ്പൊക്കെ ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം Crockery partner Minolta. Easy and healthy cooking. Anish Ravi costume sponsored by Dhanya Furniture.